ഇക്കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയും ഡെമോക്രാറ്റുകൾക്കിടയിലെ പ്രധാനപ്പെട്ട നേതാവുമായ കമല ഹാരിസിന്റെ ഒരു വീഡിയോ പുറത്തു വന്നു. ആ വീഡിയോ ഡെമോക്രാറ്റുകൾ തന്നെയാണ് പുറത്തുവിട്ടത്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം, മദ്യപിച്ച് അവശയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ അവിടെ കാണുന്നത്. കമല ഹാരിസ് വളരെയധികം മദ്യപിച്ച് അവരുടെ സങ്കടങ്ങൾ അവരുടെ മുഖത്ത് കാണാൻ, പരാജയപ്പെട്ടതിന്റെ വിഷമം കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം അവർ ചിലതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. അവരുടെ ബോഡി ലാംഗ്വേജും സംസാര ശൈലിയും നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ള അടിച്ചു പൂസായാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച കമല ഹാരിസ് ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്ന്. എന്നിട്ട് എന്താണ് കമല പറഞ്ഞത്? എന്താണ് കമലയുടെ ലക്ഷ്യം? ഈ വീഡിയോ കണ്ട ഏതാണ്ട് എല്ലാവരും കൺഫേം ആയി പറയുന്ന ഒരു കാര്യം എന്താണ്? കമല മദ്യപിച്ചിട്ടുണ്ട്. 2, വളരെയധികം ക്ഷീണിച്ച് കാണപ്പെടുന്നുണ്ട്. വിഷമം കാണാൻ സാധിക്കുന്നുണ്ട്. പരാജയപ്പെട്ടതിന് ശേഷം ഇത്തരത്തിൽ അവർ വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവർ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സങ്കടം തീർക്കാൻ മദ്യത്തെ കൂട്ടുപിടിച്ചിട്ടുണ്ടാകാം എന്ന് കരുതുന്നവർ ഒരുപാട് പേരുണ്ട്. അവരുടെ കമന്റുകളൊക്കെ നമുക്ക് അതിനകത്ത് കാണാം. അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതിൽ ഒരുപാട് ഡെമോക്രാറ്റുകൾ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിലെ കോമഡി. ഡെമോക്രാറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേര്. സോ എന്തായാലും കമലയുടെ ഉദ്ദേശമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ട്രംപിനെതിരായിട്ട് ഒരു ജനകീയ വികാരത്തെ ആളിക്കത്തിക്കാൻ, അല്ലെങ്കിൽ ഡെമോക്രാറ്റുകളെ ഇളക്കി വിടാൻ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഗൂഢമായ പദ്ധതിയുമായിട്ടാണോ കമല ഹാരിസ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതിന്റെ കാരണം കമല പറയുന്ന ചില കാര്യങ്ങളാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളെ എല്ലാവരെയും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ അധികാരം നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ ആരെയും അനുവദിക്കരുത്. നവംബർ 5 മുൻപ് എന്തായിരുന്നോ നിങ്ങളുടെ ശക്തി, അത് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ടെന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ആളുകളെ പ്രചോദിപ്പിക്കുവാനുള്ള ശക്തി നിങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ ആരെയും നിങ്ങൾ അനുവദിക്കരുത്. ഇപ്രകാരമാണ് കമല ഹാരിസ് പറഞ്ഞത്. ആകെ ഒരു 28-30 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോയുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് പറയേണ്ട എന്ത് സാഹചര്യമാണ് ഉള്ളത്? അവിടെയാണ് ഈ ഡീപ് സ്റ്റേറ്റിന്റെയും ഡെമോക്രാറ്റുകളുടെയും കാഞ്ഞ ബുദ്ധി എന്ന് പറയുന്നത്. ഓടുന്ന നായയ്ക്ക് ഒരു മുഴം മുമ്പേ എറിയണമെന്ന് പറയുന്നത് പോലെ ട്രംപ് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഡെമോക്രാറ്റുകൾക്ക് സൂചനകളുണ്ട്. കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ 4 വർഷം മാത്രമല്ല, ഈ ഒബാമയുടെ ഭരണകാലത്ത് അമേരിക്കയുടെ സുപ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും, എല്ലാ വകുപ്പുകളിലും, എല്ലാ ചുമതലകളിലും ഡെമോക്രാറ്റുകളെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെ പ്രതിഷ്ഠിക്കാൻ ഒബാമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒബാമയുടെ ഒരു 8 വർഷ കാലയളവിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് തുടങ്ങി വെച്ച ആ ഒരു നീക്കം ട്രംപ് വന്ന സമയത്ത് ട്രംപ് കുറെയൊക്കെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അത്ര എളുപ്പമല്ല. അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ജനാധിപത്യ പ്രക്രിയയും ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ അതൊന്നും അത്ര എളുപ്പവുമല്ല. ട്രംപ് കുറെയൊക്കെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും ട്രംപ് പൂർണ്ണമായിട്ടും ട്രംപിന്റെ ഒരു ആധിപത്യം ഒന്നും ഭരണകൂടത്തിൽ കൊണ്ടുവരാനൊന്നും ട്രംപിന് കഴിഞ്ഞില്ല. പിന്നീട് വന്ന ബൈഡൻ ഈ ഒബാമ നിർത്തിയെടുത്തു നിന്നാണ് തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈഡന് കാര്യങ്ങൾ കുറെ കൂടെ വേഗത്തിൽ മൂവ് ചെയ്യാൻ പറ്റി. ബൈഡനെ മുന്നിൽ നിർത്തിയ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അധികാരം കംപ്ലീറ്റ് നിയന്ത്രിച്ചത് കമല ഹാരിസും, കമലയിലൂടെ ശരിക്കും സാക്ഷാൽ ബരാക് ഒബാമയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപിന്റെ നീക്കങ്ങളെ കുറിച്ചൊക്കെ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് തീർച്ചയായും ഡീപ് സ്റ്റേറ്റിന് എളുപ്പത്തിൽ സാധിക്കും. കാരണം അമേരിക്കയുടെ എല്ലാ രഹസ്യാന്വേഷണ വിഭാഗവും ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. സോ ട്രംപ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, ട്രംപിന്റെ ടീം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ട്രംപ് വലിയ പദ്ധതികൾ ട്രംപിന്റെ മുമ്പിലുണ്ട്. കാരണം ട്രംപിന് നല്ല മെജോറിറ്റി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടി. അതുകൊണ്ട് ട്രംപ് വിചാരിച്ചാൽ എന്തും അമേരിക്കയിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അവിടെയാണ് ഇപ്പോൾ ജനങ്ങളെ ഇളക്കി വിടാനുള്ള ഒരു തയ്യാറെടുപ്പ് ഡെമോക്രാറ്റുകൾ നടത്തുന്നത്. ട്രംപ് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഡെമോക്രാറ്റുകൾക്കും ഡീപ് സ്റ്റേറ്റിനും എതിരെന്ന് തോന്നുന്ന, അവരുടെ നയങ്ങൾക്കെതിരെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു നീക്കം നടത്തുകയാണെങ്കിൽ, ഒരു പുതിയ തീരുമാനം എടുക്കുകയാണെങ്കിൽ ജനങ്ങളെ മുമ്പിൽ ഇറക്കി അതിനെ തടയുക. ഈ ട്രംപിന് മേൽ ഇവർ ഉന്നയിച്ച ക്യാപിറ്റോൾ കേസ് ഉണ്ടല്ലോ, അതിന്റെ അതേ ആവർത്തനം, അതായത് ട്രംപിന്റെ അനുയായികൾ ചെയ്ത ആ കാര്യം ഇപ്പോ ഡെമോക്രാറ്റുകൾ ട്രംപിനെതിരെ ചെയ്യാനായിട്ട് കോപ്പുകൂട്ടുകയാണ്. ജനകീയമായ പ്രതിഷേധങ്ങളെ ഇറക്കി വിട്ടുകൊണ്ട്. നമുക്കറിയാലോ ഇപ്പോൾ ബംഗ്ലാദേശിനെ എങ്ങനെയാണ് ഈ നമ്മുടെ ഡീപ് സ്റ്റേറ്റ് അട്ടിമറിച്ചത് എന്ന്. എങ്ങനെയാണ് ശ്രീലങ്കയിൽ ഭരണമാറ്റം കൊണ്ടുവരാനായിട്ട് അവർ ആ ഒരു പ്രസിഡന്റിന്റെ വസതി വരെ കയ്യേറുന്ന തരത്തിൽ ജനങ്ങളെ തിരിച്ചുവിടാനും പ്രതിഷേധത്തെ ആളിക്കത്തിക്കാനും ഡീപ് സ്റ്റേറ്റിന് കഴിഞ്ഞു. അത് ശ്രീലങ്കയിൽ നമ്മൾ കണ്ടു, മ്യാൻമാറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കംബോഡിയയിൽ കണ്ടിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടു, ഇന്ത്യയിൽ അതിനുവേണ്ടി പരിശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അപ്പൊ ഇത്തരത്തിൽ ഇവരെല്ലായിടത്തും ഈ രീതിയിലാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡീപ് സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്ന് വിദ്യാർത്ഥികളാണ്, 2 മതമാണ്.
അത് ഏത് രീതിയിൽ എവിടെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. 3 ഗോത്രങ്ങളോ ജാതികളോ ആണ്. ഇപ്പോൾ ഓരോ രീതിയിൽ അവർ ഉപയോഗിക്കും. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികളെ ആദ്യം ഇറക്കി, പിന്നാലെ മതത്തെ ഇറക്കി. ഇത് രണ്ടും അവർ ബുദ്ധിപരമായിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. എന്നാൽ മ്യാൻമാറിൽ അവർ മതവും ഗോത്രവുമാണ് അവിടെ വർക്ക് ചെയ്തത്. അതായത് ജനകീയ രോഷം ആളിക്കത്തിക്കാൻ മതത്തെയും ഉപയോഗിച്ചിട്ടുണ്ട്, അതിലുപരിയായിട്ട് ഗോത്രത്തെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഗോത്രങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ശത്രുതയെ നന്നായിട്ട് അവിടെ മുതലെടുത്തിട്ടുണ്ട്. കംബോഡിയയിൽ അവര് വിദ്യാർത്ഥികളെയാണ് ഉപയോഗിച്ചത്. തായ്ലൻഡില് അവര് വിദ്യാർത്ഥികളെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ശ്രീലങ്കയിൽ വന്നപ്പോ അവിടെ അവര് വിദ്യാർത്ഥികളെയും മറ്റ് ചെറിയ രാഷ്ട്രീയ പാർട്ടികളെയുമാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇത്തരത്തിൽ ഇവര് ഓരോ സ്ഥലത്തിനനുസരിച്ച് അവരുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ഒരുപക്ഷെ ഭാവിയിൽ എന്ന് പറയുമ്പോൾ ഒത്തിരി കാലമൊന്നും കാത്തിരിക്കേണ്ട, 1-2 വർഷത്തിനുള്ളിൽ തന്നെ അമേരിക്കയിൽ സമാനമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങളും ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തവണ ട്രംപ് അധികാരത്തിൽ വരുന്നത് കഴിഞ്ഞ തവണ വന്നതുപോലെയല്ല. കഴിഞ്ഞ തവണ കഷ്ടിച്ചാണ് ട്രംപ് കടന്നുകൂടിയത്. ഇത്തവണ അങ്ങനെയല്ല, നല്ല മെജോറിറ്റി ഉണ്ട്. ട്രംപിന് എന്ത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത്തവണ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ട്രംപ് അധികാരത്തിൽ വന്നാൽ ഡീപ് സ്റ്റേറ്റിനെ മുച്ചൂടും മുടിക്കുന്ന പരിപാടികൾ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. രണ്ടാമത്, അമേരിക്കയെ മൊത്തത്തിൽ ഉടച്ചു വാർക്കാൻ സാധ്യതയുണ്ട്. അത് ഉദ്യോഗസ്ഥരുടെ മേഖലകളിലടക്കം വിവിധ വകുപ്പുകളിലടക്കം അത് പ്രകടമാണ്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റിപ്പബ്ലിക്ക് അധികാരത്തിൽ വരുമ്പോഴും അധികാരത്തെ നിയന്ത്രിക്കാനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നീക്കങ്ങൾക്കും അവസാനം കുറിക്കാൻ ചിലപ്പോൾ ട്രംപ് ശ്രമിച്ചേക്കും. അപ്പൊ ട്രംപിന്റെ ഈ നീക്കങ്ങളെ തടയുക എന്നതാണ് ഇപ്പോൾ ഒരു 20-30 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയുമായിട്ട് വന്ന കമലാ ഹാരിസിന്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന്. അവിടെയാണ് കമല പറയുന്നത്, ഒരു കാര്യം ഞാൻ നിങ്ങളെ എല്ലാവരെയും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ അധികാരം നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ ആരെയും അനുവദിക്കരുത്. ഈ ആരെയും എന്ന് പറഞ്ഞാൽ ട്രംപിനെ അനുവദിക്കരുത്. ട്രംപ് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അധികാരങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിൽ, അത് ചിലപ്പോ ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാവാം. പലതരം വിഷയങ്ങൾ ട്രംപ് നേരത്തെ തന്നെ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഏത് വിഷയമാകാം. സ്ത്രീകളെ ഇളക്കി വിടുന്നതിന് വേണ്ടിയാവാം, യുവതികളെ ഇളക്കി വിടാൻ വേണ്ടിയാകാം, വിദ്യാർത്ഥികളെ ഇളക്കി വിടാൻ വേണ്ടിയാകാം. ഇത് ഒരു മുൻകരുതലായിട്ട് അവർ പറയുകയാണേ. നവംബർ 5 മുൻപ് എന്തായിരുന്നോ നിങ്ങളുടെ ശക്തി, അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടെന്ന് നിങ്ങൾ ഓർമ്മിക്കണം. അതായത് ഇതൊരു പോരാട്ടത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ്. ട്രംപ് കൊണ്ടുവരുന്ന പുതിയ തീരുമാനങ്ങൾക്കും നിയമങ്ങൾക്കും എതിരായിട്ട് പോരാടാൻ വേണ്ടി ജനങ്ങളെ തയ്യാറാക്കാനുള്ള ആദ്യ ഒരു പടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ആളുകളെ പ്രചോദിപ്പിക്കാനുള്ള ശക്തി നിങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ആരെയും അനുവദിക്കരുതെന്ന് പറയുമ്പോൾ ട്രംപ് കൊണ്ടുവരുന്ന നിയമപരിഷ്കാരങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ അംഗീകരിക്കരുത്, നമുക്കതിനെതിരെ പൊരുതാം എന്ന് തന്നെയാണ് ഇവിടെ കമലാ ഹാരിസ് പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും വളരെയധികം ക്ഷീണിതയായിട്ടാണ് കമലയെ വീഡിയോയിൽ കാണപ്പെടുന്നത്. വളരെ മാനസിക സംഘർഷങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടോ എന്ന സംശയം വീഡിയോ കണ്ട ഒരുപാട് പേര് ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിലൊരു വീഡിയോ ഇപ്പൊ പുറത്തുവിടാൻ എന്താണ് അടിയന്തര സാഹചര്യം എന്നത് ആർക്കും അറിയില്ല. അതിന്റെ കാരണം കൃത്യമായും എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. ഡീപ് സ്റ്റേറ്റ് അഥവാ രഹസ്യാന്വേഷണ ഏജൻസികളിലൂടെ കാര്യങ്ങൾ ഒബാമയും ഹാരിസും അല്ലെങ്കിൽ ബൈഡനും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അമേരിക്കൻ രാഷ്ട്രീയം ഇനി ചിലപ്പോൾ വളരെ കലുഷിതമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിൽ കാണുന്നുണ്ട്. കാരണം ഇപ്പോഴും പരാജയം ഉൾക്കൊള്ളാൻ ഡെമോക്രാറ്റുകൾ തയ്യാറല്ല. ഏത് വിധേനയും ട്രംപിന്റെ പദ്ധതികളെ തകർക്കാനായിട്ട് അവർ തീർച്ചയായും ഇതിനോടകം തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടാകും. നോക്കൂ, ഇപ്പോഴും അധികാരം ഡെമോക്രാറ്റുകളുടെ കയ്യിലാണ്. ബൈഡൻ അധികാരം ജനുവരിയിലെ കൈമാറൂ. അതുവരെയും ഇവരുടെ മുമ്പിൽ പലതും ചെയ്യാൻ കഴിയും, പല തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിയും. അതാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഡെമോക്രാറ്റുകൾക്ക് സകല കളികളും കളിക്കാനുള്ള സമയമാണ് ഇനി അങ്ങോട്ട്. അവരതുകൊണ്ട് ട്രംപ് വരുന്നതിന് മുമ്പ് ചെയ്യാവുന്നതെല്ലാം പരമാവധി ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.